ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി അഡ്വക്കേറ്റ് അനിൽകുമാറിനെ ഞാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീ സി ചക്കോറകൾ, ഈ വേദിയിലുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഏറ്റവും ആദരണീയരായ സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക രംഗങ്ങളിലെ അതിപ്രഗത്ഭർ, പ്രിയപ്പെട്ട നെല്ലൂർ നിവാസികളുടെ സുഹൃത്തുക്കൾ, മേഘങ്ങളെ കീഴടങ്ങുവിൻ എന്നൊരു ചോദ്യം. മേഘങ്ങളെ കീഴടങ്ങുവിൻ, എന്തായാലും ഈ പ്രതിഭാസായാഹ്നം പൂർണ്ണമാകുന്നതിന് വേണ്ടി മേഘങ്ങളോട് കീഴടങ്ങാൻ ഞാൻ അഭ്യർത്ഥിക്കുക. തൽക്കാലത്തേക്ക് മഴ പെയ്യണം. മഴ എന്ന് പറയുന്നത് നമ്മുടെ സാഹിത്യത്തിൽ മഴയുണ്ട്. ആ സാഹിത്യത്തിലെ മഴയാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഉറവകൾ വറ്റിപ്പോയോ എന്ന സംശയം പല മേഖലകളിലും ഉയർന്നു വരുമ്പോഴാണ് ഉറവകൾ വറ്റിയിട്ടില്ല എന്ന് നീണ്ടൂരിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് തെളിയിക്കുന്ന ചില സർഗസൃഷ്ടികളുടെ അവതരണവും അതിൻ്റെ പ്രകാശനവും ഈ വേദിയിൽ നടക്കുന്നത്. നിശ്ചയമായും നമ്മുടെ സമൂഹത്തിലെ ചെറിയ സംരംഭങ്ങൾ ആദരിക്കപ്പെടുമ്പോഴാണ് അതിൻ്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് അതിൻ്റെ വലിപ്പം നാം കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നീണ്ടൂരിനെ സംബന്ധിച്ച് അല്പം ആത്മവിമർശനപരമായിട്ടാണെങ്കിലും ബാറ്റിസാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിവിടെ വന്നത്. അദ്ദേഹം നീണ്ടൂരുകാരെന്ന നിലയ്ക്ക് അല്പം ഹാസ്യത്തിൽ ചൊല്ലിച്ചുകൊണ്ട് ഒരു ആത്മവിമർശനമാണ് നടത്തിയത്. ഓരോ നാടിനും ഇതുപോലെ ആത്മവിമർശനത്തിൻ്റെതായ അംശങ്ങളുണ്ട്. ഓരോ നാടിനും ഇതിൻ്റെ പോലെ എടുപ്പുകൾ ഇവിടെ അവതരിപ്പിക്കുന്ന പോലെ പ്രാധാന്യമേറി എടുപ്പുകൾ ഓരോ നാടിനും അവതരിപ്പിക്കാറുണ്ട്. ഇതെല്ലാം കൂടിച്ചേർന്നാണ് ഓരോ നാടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ ബഹുമാനിതനാകുമ്പോൾ ആ വൈക്കം മുഹമ്മദ് ബഷീറിനെ അദ്ദേഹം ആക്കി തീർത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ പലതും നമ്മുടെ കോട്ടയം ജില്ലയിലെ വൈക്കത്തിൻ്റെ മണ്ണിൽ അദ്ദേഹം സ്വായത്തമാക്കിയത് തന്നെയാണ്. അത് പിന്നീടൊരു സന്ദർഭത്തിൽ പൂത്തുവിടർന്ന് പെയ്തു വന്നു, പൂത്തുവിടർന്ന് അതിൻ്റെ സുഗന്ധം പരത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഗ്രാമവും ഗ്രാമത്തിൻ്റെ നെല്ലിൻ തണ്ട് മണക്കുന്ന വഴികളുമാണ്. നീണ്ടൂരിൻ്റെ പാഠങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നീണ്ടൂരിൻ്റെ നെല്ലിൻ തണ്ട് മണക്കുന്ന വഴികളുമൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഓരോ സാഹിത്യകാരനും ഊർജ്ജം കൊടുക്കുന്നത്, ശക്തി കൊടുക്കുന്നത്. അത് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് സമൂഹത്തിന് ഉണ്ടാകുമ്പോഴാണ് അത് ആദരിക്കപ്പെടുന്നത്. എത്രയോ പുസ്തകങ്ങൾ എഴുതുന്നു, എത്രയോ ലേഖനങ്ങൾ എഴുതപ്പെടുന്നു, എത്രയോ സൃഷ്ടികൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു. ഇത് എത്രത്തോളം നാം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ കൈരളി ചാനലിലെ ഒരു പരിപാടി, അതുമായി ബന്ധപ്പെട്ട് ആദരണീയനായ പീറ്റർ സാറിനെ നമ്മളിവിടെ ആദരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഹരീഷിൻ്റെ ഒരു കൃതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹമാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുമാണ്. റവന്യൂ എന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാം ഏറ്റവും കർക്കശക്കാരും ആളുകളുമായി ബന്ധങ്ങൾ പാടില്ല എന്ന് കരുതുന്നവരും സർഗസൃഷ്ടികളുടെ ഉറവ് വറ്റിയിടമെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നതുമായി ഇടത്തുനിന്ന് തന്നെയാണ് ഇവിടെ ഹരീഷിൻ്റെ ഭാഗത്തു നിന്നും ഒരു രചന ഉണ്ടാകുന്നത്. ഇതെല്ലാം കൂടിച്ചേർന്ന് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എവിടെയാണ് ഒരു കാര്യറുമ്പാര പൊട്ടിപ്പുളർന്നൊരു നീരുറവുണ്ടായേക്കാമെന്ന് കടമ്പനിട്ട് രാമകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആര് എവിടെ നിന്നുണ്ടാവില്ല എന്നുള്ളതല്ല, എവിടുന്നും ഉണ്ടാവാം. ഉണ്ടാകുന്നതിനെ സ്വീകരിക്കാൻ നമുക്ക് ത്രാണിയുണ്ടോ? ഉണ്ടാകുന്നതിനെ സ്വീകരിക്കാൻ നമുക്ക് ശക്തിയുണ്ടോ? ഇതാണ് ചോദ്യം. ആ ത്രാണിയും ശക്തിയും ഉണ്ടാക്കുന്നതാണ് നീണ്ടൂർ പബ്ലിക് ലൈബ്രറി പോലുള്ള ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പ്രസക്തി. ഇവിടെ ഈ യോഗം മഹത്തരമാകുന്നത്, മഹോന്നതമാകുന്നത് ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും സാന്നിധ്യം മാത്രമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം മാത്രമല്ല, നാം എല്ലാം കൂടിച്ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു സാഹിത്യത്തിന്റെ, ആശയത്തിന്റെ ഒരു സുഗന്ധം വമിക്കുന്ന ഒരു പരിസരമാണ്. ഈ പരിസരം ഈ ഗ്രാമത്തിന് ഒരു വിളക്കായി മാറും. അതാണ് ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പ്രസക്തി. ഇത്തരം ചെറുകിട സംരംഭങ്ങളിലൂടെ ആദരിക്കേണ്ടതിനെ ആദരിക്കുക, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുക. പഴയതുണ്ട്, പുതിയതുണ്ട്, പഴയതും പുതിയതും കൂടിച്ചേർന്നുകൊണ്ട് സുന്ദരമായി ഒഴുകുമ്പോഴാണ് ജീവിതത്തിന്റെ പ്രവാഹം ഉണ്ടാകുന്നത്. ആ പ്രവാഹത്തിന് ഏറ്റവും മനോഹരമായ ഒരു ഏടായി തീരുകയാണ് നീണ്ടൂർ പബ്ലിക് ലൈബ്രറി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രതിഭാ സംഗമം, ഈ സാഹിത്യ സംഗമം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ ഒരു യാത്രാപൂരണം, ആ യാത്രാപൂരണമാണ് എനിക്ക് ഏറെ സന്തോഷം ഉണ്ടാക്കിയത്. അത് അദ്ദേഹത്തിൻ്റെ യാത്ര കഴിഞ്ഞ് ശ്രീ ലൂക്കോസ് സാറാണ്. ലൂക്കോസ് സാർ യാത്ര കഴിഞ്ഞിട്ട് അത് എനിക്കതിനെക്കുറിച്ച് പറയാൻ ഒരു വാക്ക്, എൻ്റെ കാര്യം കൂടെ ഇടയ്ക്ക് പറയുന്നത് ക്ഷമിക്കണം. ഞാൻ യാത്ര പോയി വെനിസ്വലയിൽ. അവിടെ യാത്ര പോയി ഒരു യാത്രാപൂർണ്ണം ഞാനും എഴുതി. രാജേഷിൻ്റെ നാട്ടിൽ നിന്നൊരു യാത്രാപൂർണ്ണം എഴുതി. എനിക്ക് യാത്രാപൂർണ്ണം എഴുതാൻ കഴിഞ്ഞ് ഞാൻ എഴുത്തുകാരനായതുകൊണ്ടല്ല, ഞാൻ പോകുന്ന മുമ്പ് ആ നാടിനെക്കുറിച്ച് അല്പം മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇവിടെ അതിനെക്കുറിച്ച് അറിയാമായിരുന്ന ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കി വന്നപ്പോൾ ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ യാത്രാപൂർണ്ണം എഴുതാൻ കഴിഞ്ഞതാണ് എൻ്റെ അനുഭവം. ആ അനുഭവത്തിൽ നിന്നോട് പറയട്ടെ, യാത്ര എന്നുള്ളത് വളരെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. യാത്ര എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മേഘ സന്ദേശം എന്ന് പറയുമ്പോഴത്തേക്കും ആ മേഘത്തിൻ്റെ യാത്രയുടെ അവതരണമാണ് യാത്രാപൂർണ്ണം. അതാണ് കാളിദാസന്റെ മേഘ സന്ദേശം. ഇതുപോലെ മറ്റൊരു നാട്ടിൽ പോയ കാര്യമാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്.
നിശ്ചയമായും പുറം നാടുകളിൽ പോകാൻ കഴിയാത്തവർക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ് എന്നുകൊണ്ട് ആ അനുഭവം പകർന്നു തന്നിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ ലൂക്കോസ് പതിയിൽ പ്ലാച്ചേരിൽ അദ്ദേഹത്തിന്റെ പുസ്തകം കൂടെ പ്രകാശനം ചെയ്യുന്നു. അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ശ്രീ എസ് ഹരീഷിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ശ്രീ പി സി പീറ്ററിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇവരെയെല്ലാം അഭിനന്ദിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ ജനാർദ്ദന സാർ അടക്കമുള്ള ആളുകൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പ്രവർത്തകന്മാർ, ലൈബ്രറിയുമായി ബന്ധപ്പെട്ട ആളുകൾ, ഈ നീണ്ടൂരിലെ പൗരസമൂഹം എല്ലാവരെയും ഒറ്റ വാക്കിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രതിഭാസംഗമം, ഈ സാഹിത്യ പ്രതിഭാസംഗമം വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഷാവേസിന്റെ നാട്ടിൽ എന്ന പുസ്തകം പല പ്രാവശ്യം ആവർത്തിച്ചു വായിച്ചിട്ടും അഡ്വക്കേറ്റ് അനിൽ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഇപ്പൊ ഈ പ്രതിഭാ സംഗമത്തിൽ ഇവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിച്ചത്. ഈ സമ്മേളനം ആവിരുത്തൽ ഭാഗ്യമായി തീർന്നിരിക്കുന്നു.